പിശാച് കയറിയ വീടാണ് നമ്മുടേതെങ്കിൽ ആ വീട്ടിൽ വല്ല സമാധാനം ഉണ്ടാവുമോ? എത്രയൊക്കെ സമ്പാദ്യം കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? സ്വസ്ഥത ആസ്വദിക്കാൻ പറ്റുമോ? എത്രമാത്രം ക്ലേശകരമായിരിക്കുക ജീവിതം അല്ലേ? പിശാച് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ആറ് വഴികളുണ്ട്. 6 വഴികളിലൂടെയാണ് പിശാച് നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ 6 വഴികളും മനസ്സിലാക്കിയിട്ട് ആ ഡോറങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ പിശാച് പുറത്ത് നിൽക്കും. നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ ആസ്വദിക്കാൻ പറ്റും. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സമാധാനം വേണോ? പിശാചിന് എൻട്രൻസ് കൊടുക്കരുത്, പിശാചിനൊരു എൻട്രി കൊടുക്കരുത്, അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് കളയണം. അപ്പോൾ 6 വഴികളും മനസ്സിലാക്കിയിട്ട് അവൻ കടക്കുന്ന 6 വാതിലുകളും ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് പിശാച് കടക്കൂല. എന്തൊരു സമാധാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കണത് നമ്മുടെ വീട്ടിലേക്ക് ശൈത്വാൻ വരുന്ന ചില വഴികൾ. നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് സമാധാനം ഇല്ലാതാകുന്നത്? ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മോശമാകുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു കുടുംബക്കാരൻ എന്നോട് പറഞ്ഞൊരു സങ്കടമുണ്ട്. ഉസ്താദേ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു ഉസ്താദേ, എപ്പോഴും ഷെറാണ്, ഭയങ്കര ഇടങ്ങേറ്, രോഗങ്ങളും പ്രശ്നങ്ങളും, എപ്പോഴും തല്ലുപിടുത്തങ്ങളാണ്. തമ്മിൽ തല്ല, ഒരു വഴക്ക് കഴിയുമ്പോൾ അടുത്ത വഴക്ക്, ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ വീട് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മാറി. പിന്നീട് അവിടെ താമസിച്ച ഒരു ഇക്കായും ഇത്തായും 2 പിള്ളേരുണ്ട്. അവരോട് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നു, ഒരു സമാധാനം ഇല്ലാതിരുന്നു, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീട് വിറ്റത്. പക്ഷേ പൊന്നുസ്താദേ, അവരുടെ ജീവിതത്തിൽ എന്തൊരു സമാധാനമാണ്. എന്നാൽ ഞങ്ങൾക്ക് സമാധാനം ഇല്ലാതിരുന്നത്. ഇപ്പോൾ കുഴപ്പം വീടിനല്ല, കുഴപ്പം ആർക്കാ? കുഴപ്പം നമുക്കാ. ഭൂരിഭാഗം പ്രശ്നങ്ങളും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വീട്ടിൽ ഷെറുകൾ വരണത് ആ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പൈശാചികത നിറഞ്ഞ ജീവിതം ആ വീട്ടിൽ നമ്മൾ ജീവിച്ച് തീർക്കുമ്പോൾ ആ വീട് പിശാചിൻ്റെ കേന്ദ്രമായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിലാണ് പിശാച് അകത്തേക്ക് വരിക. അപ്പോൾ ബിസ്മി ചൊല്ലുന്നൊരു മനുഷ്യൻ്റെ കൂടെ പിശാച് വരുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് പിശാചിനെ വിളിച്ചുകൊണ്ട് വരേണ്ടത് ആരാണ്? നമ്മളാണ്. അല്ലാത്തത് വിരളുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് സമാധാനത്തിൻ്റെ കേന്ദ്രമായ നമ്മുടെ വീടുകളൊക്കെ വളരെ വളരെ മോശം, ഒരു ചന്തയേക്കാൾ മോശമായി മാറുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാകട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ലൈഫിലേക്ക് പിശാച് എൻ്റർ ആയാലോ, പിശാചിന് എൻട്രി കിട്ടിയാലോ, നമ്മളെ അവൻ കുരങ്ങ് കളിപ്പിക്കും. അവൻ്റെ ചതിയിൽ പെട്ടുപോയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ഒരുപാട് ആളുകൾ, വലിയ വലിയ മഹാരഥന്മാരടക്കം കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാചിൻ്റെ ചില ചതിവലകളുണ്ട്. 6 വഴിയിലൂടെയാണ് പിശാച് നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ. 6 വഴികൾ. ചില ആളുകളിൽ 2 3 ഉണ്ടാകും, ചിലരിൽ 1 ഉണ്ടാവുള്ളൂ, ചിലരിൽ 6 ഉണ്ടാവും. 1 ഉണ്ടായാൽ തന്നെ മതി, നമ്മൾ പിശാചിൻ്റെ വഴിയിലായി. അവർക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. എത്ര കോടീശ്വരനായാലും അവന് സമാധാനം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങളും കുടുംബ പ്രാരാബ്ദങ്ങളുമായിട്ട് അവൻ്റെ ജീവിതം അവന് വെറുത്തു പോകും. കാരണം അവൻ്റെ ലൈഫിൽ പിശാച് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 6 വഴികൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ആ 6 വഴികളുടെ കവാടങ്ങളങ്ങ് അടച്ചു വെച്ചാലോ? അടയ്ക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1ാമത്തെ വഴി ഏതാണ്? ഷർറുൽ കുഫ്രി വശിർക്കി. ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വഴികളിലേക്ക് നമ്മളെ അവനിങ്ങനെ നടത്താൻ നോക്കും. നമ്മളെ പതിയെ കാഫിറാക്കാൻ നോക്കും, മുശ്രിക്കാക്കാൻ നോക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതിനൊരുപാട് ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെ അവൻ വല്ലാതെ പ്രേരിപ്പിക്കും. ആലിമീങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ പിശാചിൻ്റെ കൂടെ കൂടും. അവിടെ എന്താണ്? പിശാചിൻ്റെ ചൂണ്ടയിൽ അവൻ കൊളത്തിയിട്ടുണ്ട് അല്ലേ? ചില മൗലവിമാരെന്ന് പേരുള്ളവന്മാരൊക്കെ വന്നിരുന്ന് ഖുർആനിൻ്റെ പേരിൽ പച്ച കളവ് പറയാൻ. എന്താ പറയുക? ളുഹർ നിസ്കാരം അങ്ങനെ തുടങ്ങിയ നിസ്കാരം എണ്ണീട്ട് പറയണം. 3 വക്കത്തേ ഉള്ളൂ, തെളിവ് ഖുർആനിലുണ്ട്. ഇത് കേൾക്കുന്ന ഒരു മനുഷ്യൻ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ 3 ഉള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തൻ കാഫിറായിപ്പോയി. അങ്ങനെ ഇത് കേൾക്കാനുള്ള അവസരം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ കുട്ടികൾ യുക്തിവാദത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ അതിൻ്റെ റീസൺ? പലപ്പോഴും ഇവർ കൂടുതലും ഈ ഓൺലൈൻ മീഡിയകൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ, വാട്സപ്പും അതുപോലെ തന്നെ യൂട്യൂബും FBയും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ യുക്തിവാദിയുടെ ഒരു ക്ലിപ്പ്, റസൂലുള്ളാഹിനെ കുറിച്ച് മോശം ഹെഡിങ് എഴുതിയിട്ടുള്ളൊരു ക്ലിപ്പ് കണ്ടാൽ
അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. എന്തായിരിക്കും അവൻ പറയണത്? ഒരു ത്വര. ആ ത്വര ആരിട്ട് തന്നത്? ശൈത്താനാണ്. എന്നാൽ ഈമാനുള്ളവർ എന്ത് ചിന്തിക്കും? എൻ്റെ റസൂലുള്ളാഹിനെ കുറിച്ച് അവന് മോശമേ പറയുള്ളൂ, ഞാനത് കേൾക്കൂല. ഈമാൻ അവിടെയാണ്. നമ്മുടെ മനസ്സെന്താ പറയുക? ഒന്ന് കേൾക്ക്, എന്താ പറയണമെന്ന് അറിയാമല്ലോ, മുത്തുനബിയെക്കുറിച്ച്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും. നമ്മളത് നല്ല നിലയ്ക്ക് കേൾക്കും. കേട്ട് കഴിയുമ്പോഴോ അവൻ പറയുന്ന ആ കളവുകളിൽ, ആ ചതിയിൽ പെട്ടുപോയിട്ട് നമ്മുടെ കൽബിലെ ഈമാൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ സ്വബാഹുൽ ഖൈർ സദസ്സിൻ്റെ താഴെ എത്രയോ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഉസ്താദ് ഇന്നാലിന്നാൾ അങ്ങനെ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പൊന്നുമോളെ, നിന്നോടത് ആരാ കേൾക്കാൻ പറഞ്ഞത്? നിന്നെ കേൾപ്പിച്ചത് ശൈത്വാനാണ്. ഒരിക്കലും യുക്തിവാദിയുടെ, പുത്തൻവാദിയുടെ, അതുപോലെ തന്നെ ഇത്തരം കുഫാറുകളുടെ, മുശ്രിക്കുകളുടെ വഅദ് കേൾക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല. അങ്ങനെ പോകരുത്. അത് കേൾക്കാൻ യോഗ്യതയുള്ളത് ആ വിഷയത്തിൽ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ. അത് കേട്ടിട്ട് അതിന് മറുപടി കൊടുത്തോളും. നിങ്ങൾ വെറുതെ യുക്തിവാദികളുടെ പ്രസംഗം കേട്ടാൽ എന്ത് സംഭവിക്കും? പിശാചിൻ്റെ കുതന്ത്രത്തിൽ അവൻ വിജയിക്കും. നമ്മൾ പതിയെ നമ്മുടെ ഈമാനിൽ നിന്ന് അകന്നു പോകും. കാരണം നമുക്ക് ഈമാനികമായി വലിയ വളർച്ചയില്ല. നമ്മൾ അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള നമ്മൾ ഈ തമ്പനയിൽ കാണുമ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യും. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു, ഓടിപ്പോയി ക്ലിക്ക് ചെയ്യും. അള്ളാഹ് റസൂലിനെ കുറിച്ച് ഇവൻ എന്തെങ്ങനെ പറയണേ, അത് കേൾക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പോയി കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ വസ്വാസ്, അത് എന്തങ്ങനെ റസൂലുള്ള, എന്തങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ. ലാസ്റ്റ് ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി പോവും. ആരാ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ശൈത്താനാണ്. കൂടെ നമ്മുടെ നെഫ്സ്, നമ്മുടെ ശരീരം ഒരിക്കലും നമുക്ക് നന്മ പ്രേരിപ്പിക്കൂല. നമ്മളെ തിന്മയിലേക്ക് വഴി നടത്താൻ ഒരു ഭാഗത്ത് നെഫ്സ് ഉണ്ട്, ഒരു ഭാഗത്ത് ശൈത്താനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജിഹാദ് ചെയ്യണം നമ്മൾ. മനസ്സിലാവണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കടമ്പ നമ്മൾ കടക്കും. ഇവിടെ നിന്ന് കുറേ ആളുകൾ രക്ഷപ്പെട്ടു വരും. ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവൻ രണ്ടാമത്തെ വാതിൽ തുറക്കും. അതേതാ? അൽ ബിദ്അ, പുത്തൻ വാദം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വല ആബാഉകും. യാ അല്ലാഹ്, അന്ത്യനാളാകുമ്പോൾ കുറേ ദജ്ജാലുകൾ വരും, കാള്ളന്മാർ വരും. ദജ്ജാൽ ഒരെണ്ണമല്ലേ ഉസ്താദേ? അത് വലിയ ദജ്ജാൽ. ഈ ദജ്ജാലിൻ്റെ പേരക്കുട്ടികൾ കുറേ ഉണ്ടാവും. എന്താ അവരുടെ പരിപാടി? നിങ്ങളും നിങ്ങളുടെ വല്യുപ്പമാരും കേൾക്കാത്ത പുതിയ ആശയങ്ങളുമായിട്ട് അവർ വരും. പറയുമ്പോൾ എന്താ, ഞങ്ങൾ ഖുർആൻ്റെ സുന്നത്തിൻ്റെ ആൾക്കാർ. ഒലക്കാണ്. ഖുർആന് സുന്നത്ത് എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഇവർ ഖുർആന് സുന്നത്താണെന്ന് പറയണമെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പോൾ എത്ര ഗ്രൂപ്പുണ്ട്? ഇവർ തന്നെ 8 ഗ്രൂപ്പായിട്ട് ഇപ്പോൾ തമ്മിൽ തല്ലിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിന് രണ്ടാമത്തെ ഗ്രൂപ്പിന് വിളിക്കണം എന്താ? നീയാണ് കാഫിർ, നീ മുശ്രിക്ക്. ഏത്? ഖുർആന് സുന്നത്തിൻ്റെ നടുക്കണ്ടങ്ങളെ, സുന്നത്യമാത്തിൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാൻ വന്ന ആളുകൾ അവർ പരസ്പരം കാഫിറും മുശ്രിക്കും ആക്കുകയാണ്. ഇത് ശൈത്താൻ്റെ വലയിൽ പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരു കള്ളുകുടിയനെ നന്നാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ബിദ്അത്തിൽ പെട്ടുപോയാൽ ഭൂരിഭാഗം ആളുകളും രക്ഷപ്പെടില്ല. കാരണം അവൻ്റെ മനസ്സിൽ ഉറപ്പാണ്, അവൻ്റെ മനസ്സിൽ ചിന്തിക്കണം എന്താ, ഞാനാണ് ഹക്ക്, ഞാൻ മാത്രമേ ഹക്കുള്ളൂ എന്നൊരു ദൃഢനിശ്ചയത്തിലേക്ക് അവൻ പെട്ടുപോവാണ്. അവൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് അവൻ ധരിക്കും. അത് ശൈത്താൻ അവനിൽ പ്രേരണ ഉണ്ടാക്കുന്നതാണ്, നെഫ്സ് അവനിൽ പ്രേരണ ഉണ്ടാക്കുന്നതാണ്. അവൻ അതിൽ പെട്ട് ഈമാനില്ലാതെ മരിച്ചു പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ മൗലിദും റാത്തീബും അതുപോലെ തന്നെ ഇസ്തിഗാസയും തവസ്സുലൊക്കെ ചെയ്യണ എത്ര മനുഷ്യർ, സാധാരണ വല്യുമ്മമാരും വല്യുപ്പമാരും മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ മരിച്ചത്? അല്ലേ? എനിക്ക് തന്നെ എത്ര അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, തെളിവ് കൊണ്ടുവരണം. ഞാൻ തെളിവ് വരും ഇൻഷാ അല്ലാഹ്, കേട്ട ആളുകളൊക്കെ കൊണ്ടുവന്നേരാ വേണമെങ്കിൽ. എന്നാലേ ഇവരൊക്കെ കാഫറും മുശ്രിക്കുമാക്കുന്ന ആളുകൾ, ഔലിയാക്കളെ പരിഹസിക്കുന്ന ആളുകൾ മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ്റൂല. ഇനി തൗബ ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹ് കൊടുത്തേക്കാം, പക്ഷെ തൗബ ചെയ്യൂല ബിദ്അകൾ. പുത്തൻവാദത്തിലേക്ക് വിട്ടുപോയാൽ തൗബ ചെയ്യാൻ പാടാൻ. വളരെ കുറച്ചാളുകൾ രക്ഷപ്പെടുള്ളൂ. എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു സുഹൃത്തിന്. അദ്ദേഹം സത്യാന്വേഷിയാണ്. ഈ ബിദ്അത്തിലായിരുന്നു, ശക്തമായ ബിദ്അത്തിലായിരുന്നു. പക്ഷേ പഠിക്കണം എന്നുള്ള തോര അദ്ദേഹത്തെ സുന്നത്യമാത്തിലേക്ക് എത്തിച്ചു. ഹക്കാണെന്ന് മനസ്സിലാക്കി, ഇവരുടെ വാദങ്ങൾ പൊള്ളയാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് അള്ളാഹു എല്ലാവർക്കും ആ തൗഫീഖ് കൊടുത്തുള്ളന്നില്ല. മനസ്സിലാവുന്നുള്ളൂ? അപ്പോൾ പിശാചിൻ്റെ ഈ കുതന്ത്രത്തിൽ ശിർക്കിലും കുഫറിലും പെട്ടില്ലെങ്കിൽ നേരെ ബിദ്അത്തിലാണ്. ഇനി അതിലും പെട്ടില്ലെങ്കിലോ, പിന്നെ മൂന്നാമത് ഒരു വാതിലവൻ തുറക്കും. അതൽ ഖബായിർ, വൻ കുറ്റം, വൻ പാപങ്ങൾ ചെയ്യിപ്പിക്കും. വൻ പാപങ്ങൾ ഇല്ലേ? ശിർക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ കൊലപാതകമുണ്ട്, അതുപോലെ തന്നെ വ്യഭിചാരമുണ്ട്, അതുപോലെ സിഹർ, കൂടോത്രം. ഇതൊക്കെ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും കൊല ചെയ്യാൻ. അതായത് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയും. ആ സമയത്ത് നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കണത് ഇല്ലേ? നമ്മുടെ കൺട്രോൾ ശൈത്താൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിശാച് നമ്മളിട്ട് കുരങ്ങ് കളിപ്പിക്കേണ്ട സന്ദർഭമാണ് ദേഷ്യം പിടിക്കുന്ന നിമിഷം.
അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം. എൻ്റെ പൊന്നുസ്താദ്, ആ സമയത്ത് ഔതൊന്നും അല്ല വായിന്ന് വരണത്. അങ്ങനെ വരുത്തിക്കണത് ശൈത്വാൻ്റെ പ്രേരണയാണ്. അവിടെ നീ പെട്ടുപോയി, നീ അവൻ്റെ കെണിയിലായിപ്പോയി, നീ പിശാചിൻ്റെ അടിമയായിപ്പോയി. നിനക്ക് പിന്നെ എങ്ങനെയാണ് നന്നാവുക? അപ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കണം, ഇല്ലെങ്കിൽ പിശാചിൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യും. ദേഷ്യത്തിലൂടെ നിൻ്റെ ഉള്ളിലേക്ക് കയറും. മനസ്സിലാകുന്നുണ്ടോ എന്തൊക്കെ ദേഷ്യമാണ്? ഇപ്പോൾ നമ്മൾ ഭാര്യമാരോട് ദേഷ്യം പിടിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? അവർ തിരിച്ച് തല്ലൂല എന്നുള്ള ധൈര്യത്തിലല്ലേ നമ്മൾ അവരെ തല്ലണത്, ഇല്ലേ? കുറേ ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ നിൻ്റെ ഭാര്യ അടിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ്? അവൾ നിന്നെ തിരിച്ചടിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ്. അവൾ തിരിച്ചടിക്കുമായിരുന്നെങ്കിൽ നീ അടിക്കും അവളെ? തൊടൂലല്ലോ. എത്ര സങ്കടങ്ങൾ അവരോരുത്തർ പറയുന്നത്. എന്തെല്ലാം മനുഷ്യന്മാരാണ്, കാരണമില്ലാതെ ദേഷ്യപ്പെടുക. എടോ, അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ദേഷ്യം, അള്ളാൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹം. കഴിഞ്ഞ ദിവസം കൂടെ ഒരു സഹോദരി സങ്കടം പറഞ്ഞുള്ളൂ. ഭർത്താവ് അവർ ബാത്റൂമിൽ വീണെന്ന്, നടു തല്ലി വീണ സമയത്ത് അവർ വിളിക്കുകയാണിക്കാക്ക ഓടി വരുമോ, നീ അവിടെ ഞാൻ പിടിച്ച് എണീക്കടി, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ആലോചിച്ചു, ഇങ്ങനെ ഒരു ഭർത്താവ് പറയും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവർ പ്രയാസം, അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് പറയാൻ നോക്കുമ്പോൾ അവൻ കേൾക്കൂല. അതുപോലെ തന്നെ രാത്രി പുള്ളി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അടുത്തിരിക്കുമ്പോൾ അവൻ പറയും, നിനക്ക് പിള്ളേരോട് ഇരുന്ന് കഴിച്ചാൽ പോരെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു ഭർത്താവ് കാരണമില്ലാതെ ദേഷ്യപ്പെടുക. അവർ പറഞ്ഞു സങ്കടം കൂടെ ഉണ്ട്. അതായത് ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവ് പിണങ്ങിക്കിടക്കുന്ന സമയത്ത് കൂടെ കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അടിനാവി നോക്കി ചവിട്ടുകയും കരണക്കുറ്റിക്കാഞ്ഞടിക്കുകയും ചെയ്യുന്ന ഭർത്താവാണ്. എന്തിനാണ് അവനൊക്കെ നട്ടലില്ലാത്ത ആണാണ്. നട്ടലില്ല അവനൊന്നും ഒരാണല്ലടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആണെന്ന് പറഞ്ഞാൽ പെണ്ണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നാണം കെട്ടവനെ, നിനക്കൊക്കെ നാണം ഉണ്ടോടാ? തിരിച്ചടിക്കില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ നീയൊക്കെ കൈവെക്കണത്? നിനക്കൊക്കെ നട്ടലുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ നീയൊക്കെ മാന്യനാണല്ലോ. നീ നല്ലവനാണെന്ന് നിൻ്റെ കെട്ടിയോള് സർട്ടിഫൈ ചെയ്യണം, അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയ ഔലിയായിട്ട് കാര്യമില്ല. എന്തൊരു മോശമാണ് ആ ഒരു ധൈര്യം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവളുടെ സ്വർണവും മുഴുവൻ ഊരി ഉമ്മായും മോനും കൂടെ തിന്ന് തീർത്തിട്ട് ആ കഥകളുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഓരോരുത്തർ പറയാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ ശൈത്വാൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ് വൻകുറ്റം എന്ന് പറയുന്നത്. വൻകുറ്റത്തിലേക്ക് അവനെത്തിക്കും, ദേഷ്യത്തിലൂടെ കൊല നടത്തിക്കും, വ്യഭിചാരത്തിലേക്ക് പതിയെ അവൻ കൊണ്ടുപോകും. വൻകുറ്റമാണ് വ്യഭിചാരം. ശൈത്താൻ അതുള്ള അവസരങ്ങൾ ഇട്ട് തരും. അപ്പോൾ ഇതിലും ഇനി ഒരാൾ പെട്ടില്ലെങ്കിലോ? നാലാമത്തത് ചെറുദോഷങ്ങൾ ചെയ്യിപ്പിക്കും. അതിൽ നമ്മൾ ഭൂരിഭാഗം ആളുകൾ അതിൽ പെടും. ചെറുദോഷങ്ങൾ നിരന്തരം ധാരാളം ചെറുദോഷങ്ങൾ ഒരാളിൽ സംഭവിക്കുകയാണെങ്കിൽ വൻദോഷങ്ങളുടെ സ്ഥാനത്താണ് അത്രയത്. 4% ആളുകൾ അതിൽ പെടും. ഒരു ദിവസം നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ചെറിയ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറുദോഷങ്ങൾ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള നന്മകൾ പോലും മൈനസ് ചെയ്യപ്പെടും. അപ്പം ഡേഞ്ചറാണ് ചെറുദോഷങ്ങൾ വർദ്ധിപ്പിക്കുക. അത് പിശാചിൻ്റെ പ്രേരണയിലൂടെയാണ്. പിശാച് നമ്മളെ കൊടുക്കാനുള്ള വഴിയാണ്. ഇനി 5-മത്തത്, അതിലും പെട്ടില്ലെങ്കിൽ മുബാഹാത്തുകളെ കൊണ്ട് നമ്മളെ ജോലിയാക്കും. എന്ന് പറഞ്ഞാൽ നന്മയുമില്ല തിന്മയുമില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇല്ലേ, അതിലിങ്ങനെ വ്യാപൃതരാക്കും നമ്മളെ. ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഇപ്പോൾ എന്ത് നന്മയുള്ളത് അല്ലേ? വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതിലിപ്പോൾ തിന്മയുണ്ടോ? തെറ്റാണോ ഭക്ഷണം കഴിക്കൽ? അല്ല. എന്നാൽ വലിയ നന്മ കിട്ടാനുണ്ടോ ഒരുപാട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ? അതുമില്ല. വെറുതെ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോക്കി ചില ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. അവരെക്കുറിച്ചല്ല കേട്ടോ, ഫുഡ് വ്ളോഗേഴ്സ്. എന്താ ഒരു പരിപാടി? ഡെയിലി വെറുതെ നടന്ന് തിന്നുക. തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ശരിയാണെന്നും പറയാൻ പറ്റുമോ? അതും പറ്റൂല. നന്മയാണ് തിന്മയാണെന്നും പറയാൻ പറ്റൂല. കുഴപ്പമൊന്നുമില്ല, മുബാഹാണ്, ഹലാലാണ്. ഹലാല് വർദ്ധിക്കുക, വെറുതെ ഹലാലിങ്ങനെ ചെയ്തു കൂട്ടുക. അതിൽ നന്മയില്ല തിന്മയില്ല. അവസാനം ഒരു ഇരിക്കേണ്ട സമയമുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കും, ഞാൻ എന്താ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ നേടിയത്? അപ്പോൾ വട്ടപൂജയായിരിക്കും. ഇതാരുടെ കുതന്ത്രമാണ്? ഇത് ശൈത്വാൻ്റെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഭക്ഷണം എന്ന്. എന്ത് കാര്യമായിക്കോട്ടെ, നന്മയുമില്ല തിന്മയില്ല, ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഇരുത്തും. തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റൊന്നും ചെയ്യണില്ലല്ലോ പുള്ളേ, എന്നാൽ അത് ശരിയാണോ? അവിടെയാണ് വിഷയം. അപ്പോൾ നന്മയല്ല തിന്മയല്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാക്കിയിട്ട് നമ്മളെ വഴിപിഴപ്പിക്കും ശൈത്വാൻ. ഇനി അതിലും പെട്ടില്ലെങ്കിൽ 6-മത്തതോ, പുണ്യം കൂടിയ അമലുകൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുക പുണ്യം കുറഞ്ഞ അമലിനെ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഫർള് നിസ്കാരം മുമ്പിലുണ്ട്, ഫർള് നിസ്കരിക്കാനായി. അപ്പം നമ്മുടെ മനസ്സിൽ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും, നല്ലതിട്ട് തരും, 10 ദിക്റും കൂടെ ചൊല്ലടാ, നിസ്കാരമൊക്കെ ഇച്ചിരി കയ്യട്ടെ. അവ്വല് വക്കത്തിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠത. അതിനെ വിട്ടുകൊണ്ട് എന്ത് ചെയ്യും? 10 ദിക്റ് ചൊല്ലി, 10 സ്വലാത്ത് ചൊല്ലി. അവിടെ സ്വലാത്തും ദിക്റും ചൊല്ലിയിരിക്കും. ഇതാരുടെ കുതന്ത്രമാണ്? ഇത് ശൈത്താൻ്റെ കുതന്ത്രമാണ്. നോക്കുമ്പോൾ എന്താണ്? ദിക്റല്ലേ, സ്വലാത്തല്ലേ. പക്ഷെ അവിടെ കൂടുതൽ പ്രതിഫലമുള്ള ഒരു നന്മയെ തഴഞ്ഞിട്ടാണ് ഇവൻ കുറഞ്ഞ പ്രതിഫലമുള്ളതിനെ സ്വീകരിക്കുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? വഅദിന് പോകും, നല്ല കാര്യം. വഅദിന് പോയിട്ട് സുബഹിക്ക് കിടന്നുറങ്ങും. എന്തിനാ വഅദ് കേട്ടത്? മനസ്സിലായോ? സുബഹ് ഫർളായ സുബഹിയേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ വഅദിന്? ഇല്ലല്ലോ. അത് മറ്റേ നിർബന്ധമല്ലേ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിർബന്ധമായ ഒന്നിനെ മുൻപിൽ നിൽക്കെ സുന്നത്തായ ഒന്നുകൊണ്ട് അതിന് വിലയില്ലാതാക്കി കളയും. അല്ലെങ്കിൽ ഏതൊരു കാര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ അതിന് ഇസ്തിദ്റാജു ശൈത്താൻ എന്ന് പറയും. അതായത് ശൈത്താൻ്റെ ചൂണ്ട. ശൈത്താൻ ഇങ്ങനെ ചൂണ്ടയിടും. ആ ചൂണ്ടയിൽ അവൻ കുറേ തിന്മകൾ പ്രേരിപ്പിക്കും. നമ്മൾ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നന്മ മനസ്സിലിട്ട് വരും. നന്മമരാകും. നെന്മമരം. നമ്മുടെ ശൈത്താൻ. ലഅനത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു അൻഹു ഒന്നും പറയരുത് കേട്ടോ. ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ലഅനത്തിൽ നിന്ന്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഷർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൈത്താൻ്റെ പരിപാടി എന്താണ്? നല്ലത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, പള്ളിയിൽ നമ്മളിങ്ങനെ ദിക്ർ ഹൽക്കയിലിരിക്കുകയാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുകയാണ്. പെട്ടെന്നായിരിക്കും പള്ളിയുടെ പുറത്തുനിന്നൊരു ബഹളം, രണ്ടാളുകൾ തമ്മിൽ തല്ലുകൂടുന്നു. ഖൽബിൽ നമ്മുടെ ഈമാൻ ഉണർന്നു. എന്താ ഈമാൻ? ആ ഈമാൻ കൊണ്ടുവന്നൊരു ഒരാളുണ്ട്. എന്താ ചോദ്യം? പടച്ചോനെ, രണ്ടാളുകൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ ഞാനിവിടെ ദിക്റും ചൊല്ലിയിരിക്കണോ? ചാടി എണീക്കും, വേഗം ഓടിച്ചെന്നിട്ട് അവരുടെ തല്ലുപിടുത്തമൊക്കെ മാറ്റി, അവരെ തമ്മിൽ മാറ്റി നിർത്തി മസ്ലഹത്താക്കി ഇവൻ തിരിച്ചു വരികയാണെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടു. ദിക്ർ ഹൽക്കയിലിരിക്കുക. പോണോട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ മാറ്റേണ്ടെന്നല്ല, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റണം, എന്നിട്ടോ തിരിച്ചു വരണം. പക്ഷേ ഭൂരിഭാഗം ആളുകളും പോയാൽ തിരിച്ചു വരില്ല. ഒന്നില്ലെങ്കിൽ അവിടെ കഥയും പറഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ അവരായിട്ട് വർത്താനം പറഞ്ഞ് എങ്ങടെങ്കിലും പോകും. തിരിച്ച് ദിക്റിലേക്ക് വരില്ല, വരുത്തൂല്ല ശൈത്താൻ. മനസ്സിലായോ? അപ്പം ഇവനെന്താ നമുക്ക് എണീറ്റ് പോകാൻ പറഞ്ഞ എന്ത് ചിന്തയിലാണ്? പടച്ചോനെ, രണ്ട് മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൂടുമ്പോൾ ഞാനിങ്ങനെ ദിക്റും ചൊല്ലിയിരുന്ന അള്ളാഹ്ക്ക് പൊരുത്തണ്ടാവുമോ? രണ്ട് മനുഷ്യന്മാർ തമ്മിൽ തല്ലുമ്പോൾ ഇടപെടൽ സുന്നത്തല്ലേ? ഞാൻ ഓടുകയല്ലേ? ഞാൻ ചെയ്യണ്ടേ? ഈ ചൂണ്ട ആരിട്ടതാ? ഈ ചൂണ്ട ഇട്ടെന്ന ശൈത്താൻ്റെ ചൂണ്ടക്കുളത്തിൽ നമ്മൾ എറിയും കൊളുത്തി. മറ്റത് ശൈത്താനൊന്ന് കൊതിപ്പിക്കും. നമ്മൾ തല്ലുകൊടുത്തൊക്കെ മാറ്റാനായിട്ട് ചെല്ലും. മാറ്റിക്കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ കൊളുത്തു എന്നും പറഞ്ഞ് ശൈത്താൻ ഇങ്ങനെ എറിയിട്ടിരിക്കുമ്പോൾ നേരെ തിരിച്ച് ദിക്ർ ഹൽക്കയിൽ വന്നിരിക്കും. ശൈത്താൻ അങ്ങ് നിരാശനായി പോവും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചൂണ്ടയിട്ട് നമ്മുടെ പുറകേണ്ട ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ ഈ ശൈത്താൻ്റെ 6 വഴികൾ നമ്മൾ പറഞ്ഞു. ഈ 6 വഴി വളരെ സൂക്ഷിക്കണം. അവൻ എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് എൻ്റർ ചെയ്യും. പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഒരു റാഹത്തും ഉണ്ടാവില്ല. പ്രശ്നങ്ങളുടെ ഒരു നൂലാമാലകളായിരിക്കും നമ്മുടെ ലൈഫിൽ. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇതിലൊന്നും പെടാത്ത ആളുകളുണ്ട്. അത് മുഖ്ലിസീങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറയുന്നുണ്ട്, ശൈത്താൻ പറയാണ്, ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗം മുഖ്ലിസീങ്ങൾ, അവരെ ഞാൻ തൊടാൻ പറ്റൂല. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയില്ലേ അവൻ, അല്ലേ? ഇബ്ലീസവരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തി അയച്ചോവർ. ഇബ്ലീസിനെ അടിച്ചോടിച്ചിട്ടുണ്ട്. ആ അടിച്ചോടിക്കാനുള്ള ധൈര്യം അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ്. അപ്പം നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ ക്ലിയറാക്കി വെക്കണം. ഈ 6 വഴികളിൽ പെട്ടുപോകുമ്പോൾ നോക്കണം, ശൈത്താൻ്റെ ചൂണ്ടയിൽ ഞാൻ കൊളുത്തിയിട്ടുണ്ടോ? മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചത്. അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ.